സ്റ്റേജിലൊന്നും നിന്ന് അങ്ങനെ പറഞ്ഞിട്ടൊന്നും പരിചയമില്ല. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് എൻ്റെ ഇത് 6ാമത്തെ അറ്റംപ്റ്റാണ്. 6ാമത്തെ അറ്റംപ്റ്റിലാണ് ഞാൻ ഈ CGL ക്ലിയർ ചെയ്തത്. അപ്പോൾ എനിക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ മിസ്റ്റേക്സ് നിങ്ങളുടെ അടുത്ത് എൻ്റെ സക്സസ് പറയുന്നതിനേക്കാളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുക എൻ്റെ മിസ്റ്റേക്സിൽ നിന്നായിരിക്കും. അപ്പം ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ അതിങ്ങനെ പോയിൻ്റായിട്ട് എഴുതി വെച്ചിട്ടാണ് കൊണ്ടുവന്നത്. കാര്യം മറന്നു കൊണ്ടാന്ന് വെച്ചിട്ട്. ഒരു സെക്കൻഡ്. ഓക്കെ, ഞാൻ പാസ് ഔട്ട് ആവുന്നത് 2018 ഓക്കെ. 2018 പാസ് ഔട്ടായി. അന്നത്തെ ഒരു 2018 CGL ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് ഉടനെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് പാസ് ഔട്ടായി SSC എന്താണെന്ന് തന്നെ നമ്മൾ പലർക്കും ഇപ്പം കേരളത്തിൽ നിന്ന് തന്നെ വളരെ കുറച്ച് സെലക്ഷൻ വരുന്നതിൻ്റെ കാരണം നമുക്ക് SSCയെ കുറിച്ചുള്ളൊരു അവയർനെസ് കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഞാനും ജസ്റ്റ് പാസ് ഔട്ടായി ഉടനെ തന്നെ ഈ SSCയിലേക്ക് വന്നു. അപ്പോൾ SSC അപ്പോഴാണ് എന്താണ് സിലബസ് അല്ലെങ്കിൽ എന്താണ് പഠിക്കേണ്ടതെന്ന് തന്നെ അറിയുന്നത്. അന്ന് ഫസ്റ്റ് ജസ്റ്റ് ടയർ 1 എഴുതി. എനിക്ക് ഒരു പ്രതീക്ഷയില്ല ക്ലിയർ ആകുമെന്നുള്ളത്. എന്നിട്ട് ഞാൻ എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഇതിൻ്റെ ഒരു കോച്ചിങ് ഭാഗമായിട്ട് ഇങ്ങനെ പഠിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ എന്തോ ഒരു ഇത് ടയർ 1 ക്ലിയർ ആയി. അപ്പോൾ ടയർ 1 ക്ലിയർ ആയത് ടയർ 2 ഇനി ജസ്റ്റ് ഒരു മാസവും കൂടെ ഉള്ളൂ. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ടയർ 1 ക്ലിയർ ആയിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ശരിക്കും ടയർ 2 എന്നുള്ള രീതിയിൽ പഠിക്കാൻ തുടങ്ങിയത്. അപ്പോൾ ആ ഒരു മാസം പ്രിപ്പയർ ചെയ്തതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ SSC ക്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എക്സ്ട്രാ ഓർഡിനറി ബ്രില്യൻ്റ് ഒക്കെ ആണെങ്കിൽ മാത്രമേ അങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു മാസം ഇപ്പം പലരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക്, എൻ്റെയും ഭാഗത്തുണ്ടായ മിസ്റ്റേക്ക് തന്നെയാണ്. നമ്മൾ ടയർ 1 റിസൾട്ട് വന്നു കഴിഞ്ഞിട്ട് ടയർ 2 പ്രിപ്പയർ ചെയ്യാൻ നിൽക്കും. ഓക്കെ, ഇപ്പം എൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പം ആ ടയർ 1 റിസൾട്ടിൽ നമ്മൾ ക്വാളിഫൈ ആകുമോ ഇല്ലയോ എന്ന് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് എന്ന് വിചാരിക്കാം. പക്ഷെ അങ്ങനെ വിചാരിച്ചാണ് പലരും പ്രിപ്പയർ ചെയ്യാതിരിക്കുന്നത്. പക്ഷെ അത് മണ്ടത്തരമാണ്. കാര്യം ടയർ 2 നിങ്ങൾ പ്രിപ്പയർ ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് അത് ഒരിക്കലും ഒരു നഷ്ടമായി വരത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ടയർ 1 പാസ്സാവത്തില്ല, അത് രണ്ടാമത്തെ കാര്യം. ടയർ 1 കഴിഞ്ഞാൽ ടയർ 1 മുമ്പ് തന്നെ ടയർ 2 പ്രിപ്പയർ ചെയ്യുക. അതുകൂടെ തന്നെ ടയർ 1 കഴിഞ്ഞ് കഴിഞ്ഞാൽ ടയർ 2 കുറച്ചുകൂടെ ഇൻറ്റൻസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യണം. അതാണ് എനിക്ക് ആദ്യം പറ്റിയ മിസ്റ്റേക്ക്. അങ്ങനെ 2018 ടയർ 2 കിട്ടിയില്ല. അതിനുശേഷം ഞാൻ പാസ് ഔട്ട് ആയി കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ആഗ്രഹം എനിക്ക് എയർഫോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നായിരുന്നു. എയർഫോഴ്സിൽ പൈലറ്റ് ആവണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. ഞാൻ അങ്ങനെ എയർഫോഴ്സിന് വേണ്ടിയും ആണ് ഫോക്കസ് ചെയ്തിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം 11 SSB അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം ഫെയിലായിട്ടാണുള്ളത്. അതിൽ പലതും ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, അങ്ങനെ കുറേ സ്റ്റേജസ് ഉണ്ട്, തേർഡ് സ്റ്റേജ്, അങ്ങനെ പല സ്ഥലത്തായിട്ട് ഫെയിലായി. അങ്ങനെ എൻ്റെ ഒരു കൊറോണയ്ക്ക് തൊട്ട് മുമ്പ് വരെ ഞാൻ വേറെ ഒന്നും ട്രൈ ചെയ്തിരുന്നില്ല. SSC ഞാൻ ജസ്റ്റ് ഒരു ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ ഒരു വലിയൊരു ഫോക്കസ് SSCക്ക് കൊടുത്തിട്ട് തന്നെ ഇല്ലായിരുന്നു. വേറെ ഒരു എക്സാമിന് ഞാൻ ഫോക്കസേ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഈ SSB ഇൻ്റർവ്യൂവിന് മാത്രം കൊടുത്തു. അതാണ് എൻ്റെ പറ്റിയ രണ്ടാമത്തെ മിസ്റ്റേക്ക്. നിങ്ങളിപ്പോൾ SSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടാവും. SSC പ്രിപ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് എക്സാംസ് പാരലി വരുന്നുണ്ടാവും. ഇപ്പം പലർക്കും അറിയാതെ, ഇപ്പം ഞാനിപ്പോൾ കറൻ്റ്ലി വർക്ക് ചെയ്യുന്നത് NITയിലാണ്. അപ്പം NITയുടെ എക്സാമൊക്കെ നടന്നത് വളരെ കുറച്ച് പേരെ അറിഞ്ഞിട്ടുള്ളൂ. നമ്മുടെ ഒരു ഇൻഫർമേഷൻ വെച്ചിട്ട് ആകെ 30,000 ആപ്ലിക്കൻസേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു എക്സാം നടക്കുന്നത് പോലും പലരും അറിയുന്നില്ല. അതും നമ്മൾ ഈ ഒരു SSC എന്ന് പറയുമ്പം SSCയിലേക്ക് മാത്രം നോക്കിയിരിക്കുന്നത് കൊണ്ടാണ്. അത് ഇഷ്ടം പോലെ വേറെ എക്സാംസ് നിങ്ങൾക്ക് ഇതേ സെൻട്രൽ ഗവൺമെൻറ്റിൽ തന്നെ ഇതേ ലെവലിൽ ഈ SSCയുടെ അതേ ലെവലിൽ തന്നെ കയറാൻ പറ്റുന്ന ഒരുപാട് എക്സാംസ് ഉണ്ട്. അപ്പം അത് നിങ്ങൾ നോക്കാതെ വരുന്നത് ഞാനും നോക്കിയിട്ടുണ്ടായിരുന്നില്ല. അതാണ് എനിക്ക് പറ്റിയ സെക്കൻഡ് മിസ്റ്റേക്ക്. ഞാൻ എയർഫോഴ്സിൽ കയറണം എന്ന് വിചാരിച്ച് എയർഫോഴ്സ് മാത്രം നോക്കിക്കൊണ്ടിരുന്നു. അതിനുശേഷം 2 വർഷം കഴിഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് എയർഫോഴ്സിൽ ഏജ് ഓവറായി. അപ്പം വേറെ ഓപ്ഷൻസ് ഒന്നും ഇല്ലാന്നിരിക്കുമ്പോഴാണ് കൊറോണ വന്നത്. അങ്ങനെ കൊറോണ വന്നപ്പം ഈ SSC ആ സമയത്ത് കുറേ 2017, 19 എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറേ ലാഗായി നിൽക്കുന്നൊരു സമയമാണ്. അങ്ങനെ കൊറോണയും കൂടെ വന്നപ്പോൾ പിന്നെയും ലാഗായി. അപ്പം SSC പ്രിപ്പയർ ചെയ്യാന്നുള്ളത് അപ്പോൾ ഒരു നല്ല ഓപ്ഷനായി തോന്നിയില്ല. പെട്ടെന്നൊരു ജോലി വേണം എന്നുള്ളൊരു രീതിയിൽ തന്നെ മൈൻഡ് വന്ന് ഞാൻ അങ്ങനെയാണ് ബാങ്കിലേക്ക് തിരിയുന്നത്. അങ്ങനെ 2020 കൊറോണ ടൈമിൽ ഞാൻ ബാങ്കിൽ കയറി. SBI PO ആയിട്ടാണ് കയറിയത്. ഞാൻ അപ്പോഴാണ് എൻ്റെ മൂന്നാമത്തെ മിസ്റ്റേക്ക് പറ്റിയത്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും എന്താണ് ബാങ്ക് എന്ന് മനസ്സിലാക്കാതെ, അല്ലാതെ എന്താണ് അതിൻ്റെ വർക്ക് നേച്ചർ എന്ന് മനസ്സിലാക്കാതാണ് ഞാൻ ബാങ്കിലേക്ക് ചെന്ന് ചാടിയത്.
അപ്പം ഈ എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ ബാങ്കിൽ കയറുക, ബാങ്കിൽ നിന്നുകൊണ്ട് SSC പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ SSC ക്രാക്ക് ചെയ്യണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷെ അതിനകത്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ പറ്റില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. അങ്ങനെ ചെയ്തവർ ഒരുപാട് പേരുണ്ട്, ഇഷ്ടം പോലെ അങ്ങനത്തെ അച്ചീവേഴ്സ് ഉണ്ട്. പക്ഷേ എനിക്ക് പേഴ്സണലി പറ്റിയെന്താ വെച്ചാൽ ഞാൻ എന്താണ് SBI, എന്താണ് അവിടെ ബാങ്കിൽ കയറിയാലുള്ള വർക്ക് നേച്ചർ എന്താണെന്ന് ഞാൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയില്ല. അതാണ് പറ്റിയത്. അതെന്ന് വെച്ചാൽ അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് നല്ല സാലറി കിട്ടും. 1 lakh ഇപ്പം തന്നെ കയറുന്നവർക്ക് 70,000. ഇപ്പം എൻ്റെ ബാച്ചിലുള്ള ഞാൻ 2020 ബാച്ചാണ് SBIയുടെ. അപ്പം 1 lakh പ്ലസ് ഒക്കെ സാലറി കിട്ടും. പിന്നെ അതുപോലെ തന്നെ അലവൻസസ് കാര്യങ്ങൾ, അങ്ങനെ നമുക്ക് പൈസയുടെ കാര്യത്തിൽ ഫിനാൻഷ്യലി നമുക്ക് ഭയങ്കര സെറ്റായിരിക്കും. പിന്നെ അതുപോലെ തന്നെ വർക്ക് ആകെ കുറച്ച് സ്ഥലങ്ങളിൽ ചില റീജിയൻ, അതായത് ഇപ്പം കേരളത്തിലൊക്കെ കുറേ കൂടെ നല്ല വർക്ക് കൾച്ചറാണ്. ഞാൻ ചെന്നത് കർണാടകയിലാണ്. അപ്പോൾ അവിടെ കുറച്ച് പ്രശ്നമുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്നും ചിന്തിക്കാതെ എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്തുണ്ടായ പ്രശ്നമാണ്. അങ്ങനെ എനിക്ക് ബാങ്കിൽ കയറി കഴിഞ്ഞിട്ട് പ്രിപ്പയർ ചെയ്യാനുള്ളൊരു ടൈം നമുക്ക് വളരെ ലിമിറ്റഡ് ആയിരുന്നു. ഞാൻ 2020 CGL 2021 CGL ട്രൈ ചെയ്യുന്നത് ബാങ്കിൽ നിന്നുകൊണ്ടായിരുന്നു. അങ്ങനെ ബാങ്കിൽ നിന്നുകൊണ്ട് ട്രൈ ചെയ്ത് എനിക്ക് പേഴ്സണലി അങ്ങനെ ടൈം മാനേജ് ചെയ്യാനുള്ള കഴിവ് ഞാൻ ആ സമയത്തേക്ക് എനിക്ക് അത്രയും മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. എങ്ങനെയാണ് ഒരു ജോലിക്ക് നിന്നുകൊണ്ട് പഠിക്കുക എന്നുള്ളത് എനിക്ക് അത്രയും ക്ലിയർ ആയിട്ടൊരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൂടാതെ ഇപ്പം നമ്മൾ ബാങ്കിലൊക്കെ ആണെങ്കിൽ പലപ്പോഴും 7 മണി 8 മണിയൊക്കെ ആവും നമ്മൾ തിരിച്ചെത്തുക. ചില സമയത്ത് നമ്മൾ കസ്റ്റമറുടെ തെറി കേട്ടിട്ടായിരിക്കും വരുന്നത്, ചില സമയത്ത് നമ്മൾ മാനേജറിൻ്റെ തെറി കേട്ടിട്ടായിരിക്കും വരുന്നത്, ചില സമയത്ത് അങ്ങനെയൊക്കെ. അതിപ്പോൾ എല്ലാ ജോലിയിലും ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഏത് ജോലി, ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് ജോലിയിൽ നിന്നാലും ചിലപ്പോൾ നമ്മൾ ഹയർ അതോറിറ്റീസിൻ്റെയും പബ്ലിക്കിൻ്റെയൊക്കെ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് കേൾക്കേണ്ടി വരും. അത് സ്വാഭാവികമാണ്. പക്ഷേ ആ സമയത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് വന്ന് പഠിക്കുക എന്ന് പറയുമ്പോൾ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്ന് മനസ്സിലായത് ആ SBIയിൽ നിന്ന ടൈമിലാണ്. പക്ഷേ എന്നാലും SBIയിൽ നിന്നുകൊണ്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാനൊരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട്, അതായത് ട്രാക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, നിങ്ങൾ ജോലി ചെയ്തുകൊണ്ട് ഇപ്പം പലരും ഇവിടെ അച്ചീവേഴ്സ് ഉണ്ടാവും, അവർ ജോലി ചെയ്തുകൊണ്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടാവും. അപ്പോൾ അവർക്കുള്ള ഏറ്റവും വലിയൊരു ഇത്, നിങ്ങൾ മീൻസ് ഒരു വർഷമോ 2 വർഷമോ ഒക്കെ ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജോലിക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തൊട്ട് മാക്സിമം അപ്പം തന്നെ ഒരു പഠിച്ച് തുടങ്ങണം. ഇപ്പോൾ വേറൊന്നും കിട്ടണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആ കയറുന്ന ദിവസം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങണം. എന്നാൽ മാത്രമേ നമുക്ക് അടുത്തത് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ ബാങ്കിൽ നിന്ന് കയറി പഠിക്കാൻ ശ്രമിച്ചെങ്കിലും എനിക്ക് അധികം നടന്നില്ല. അങ്ങനെ ഞാൻ ബാങ്കിൽ നിന്ന് റിസൈൻ ചെയ്തു. 2022 CGLൻ്റെ വേക്കൻസി കണ്ടിട്ട് റിസൈൻ ചെയ്തതാണ്. CGLന് 30,000-ഓളം വേക്കൻസി 2022 ഉണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ആ സമയത്ത് എനിക്ക് തോന്നുന്നു ആ ടൈമിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വേക്കൻസി, ഒരു 10 വർഷത്തിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് വേക്കൻസി ആയിരുന്നത്. അങ്ങനെ 30,000 വേക്കൻസി കണ്ടിട്ടാണ് ഞാൻ ചാടിയത്. ചാടിക്കഴിഞ്ഞ് മീൻസ് ബാങ്കിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഞാൻ അതുവരെയുള്ള, അതായത് ഒരു 3 Tier 1 ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. ഞാൻ ബാങ്കിൽ നിന്നുകൊണ്ടാണേലും എപ്പോഴാണെങ്കിലും ഞാൻ ഇതുവരെ Tier 1 ഫെയിലായില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ Tier 1 എഴുതി, ആ Tier 1 ക്വാളിഫൈ ആയി. അപ്പോൾ എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. ഓക്കെ, ഇതിപ്പം ബാങ്കിൽ നിന്നുകൊണ്ട് പഠിച്ചുകൊണ്ടല്ലേ എനിക്ക് കിട്ടാൻ, ഞാൻ ബാങ്കിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഞാൻ സെറ്റാക്കും, എന്തായാലും എഴുതിയെടുക്കും എന്നുള്ള രീതിയിൽ ഞാൻ Tier 1 കഴിഞ്ഞു. Tier 1 ക്ലിയറായി, സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് Tier 2 ഒരു 3 മാസമുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു ട്രിപ്പ് വിളിച്ച് ഞാൻ ട്രിപ്പൊക്കെ പോയി. കുറച്ച് കോൺഫിഡൻസ് ഉണ്ടല്ലോ, പ്രശ്നമില്ലല്ലോ, കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ ലഡാക്കിൽ ട്രിപ്പൊക്കെ പോയി കഴിഞ്ഞ് പിന്നെയാണ് Tier 2 എഴുതുന്നത്. 30,000 വേക്കൻസി ഉണ്ട്, ഒരു 30,000-ൽ ഒരാളാവാൻ പറ്റും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ Tier 2 പോയി. Tier 2 പോയി അന്ന് എനിക്ക് മാർക്ക് ജസ്റ്റ് PASA കിട്ടാനുള്ളൊരു മാർക്ക് ഏകദേശം ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ബാങ്കിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് എനിക്കൊരു ഫിയർ ഉണ്ടായിരുന്നു, എനിക്ക് ഈ ഒരു ബാങ്കിൻ്റെ ഇതിലേക്ക് പോകുമോ എന്നുള്ളൊരു ഇതിൽ ഞാൻ PASA ഞാൻ വെക്കാനും വിട്ടുപോയി. അങ്ങനെ ആ 2022 CGL എനിക്ക് കിട്ടിയില്ല. അതാണ് എൻ്റെ എത്രാമത്തെ മിസ്റ്റേക്ക് ആയിരുന്നു, 4ാമത്തെ മിസ്റ്റേക്ക്. അത് മിസ്റ്റേക്ക് എന്താ വെച്ചാൽ Tier 1-ൻ്റെയും Tier 2-ൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവും, ചിലപ്പോൾ എക്സാം നീണ്ടുപോകും. അപ്പോൾ പക്ഷേ അതിന് നിങ്ങൾ ആ സമയത്ത് വേറെ ട്രിപ്പോ കാര്യങ്ങളിലോ എൻഗേജ് ആവാതെ കുറേ കൂടെ ഫോക്കസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും കിട്ടുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള മണ്ടത്തരങ്ങൾ ചെയ്യാതിരിക്കുക. അടുത്ത മിസ്റ്റേക്ക്, ഈ അതിനു മുമ്പ് വരെ 2022-ലാണ് പാറ്റേൺ മാറുന്നത്. അതായത് അതിനു മുമ്പ് കുറേ കൂടി ഇമ്പോർട്ടൻസ് ഈ
മാത്സിനും ഇംഗ്ലീഷിനും ആയിരുന്നു. ടയർ 2-ലൊക്കെ മാത്സിനും ഇംഗ്ലീഷിനും. അപ്പോൾ ഇംഗ്ലീഷ് അത് കഴിഞ്ഞിട്ട് റൈറ്റിങ്ങും ഉണ്ട്. അപ്പം കുറേ കൂടെ അതിനാണ് ഇമ്പോർട്ടൻസ്. GK വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ലാത്തൊരു ടൈമായിരുന്നു. അപ്പോൾ അങ്ങനെ നിന്ന സമയത്ത് ഞാൻ GK വലിയ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കൂല, ബാക്കിയുള്ളതിൽ മാർക്ക് വെച്ചിട്ട് കവറപ്പ് ചെയ്യാമെന്നായിരുന്നു എൻ്റെ സ്ട്രാറ്റജി. അങ്ങനെ 2022 എനിക്ക് മനസ്സിലായി അതുകൊണ്ട് നടക്കില്ല. ഇപ്പം ഈക്വലി എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉള്ള ഇതാണ്. അപ്പം GK ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരിക്കൽ പോലും അതിന് മുമ്പ് വരെ 2022 മുമ്പ് വരെ ഒരിക്കൽ പോലും ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഇത് ബാക്കിയുള്ളതിനെ കവർ ചെയ്യുക, GKയിൽ ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കുക, പോവുക, അങ്ങനെയായിരുന്നു വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് മീൻസ് അതൊരു വലിയ മണ്ടത്തരമാണ്. നിങ്ങളിപ്പം പഠിക്കാൻ പോകുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഫസ്റ്റ് തിങ്ക് ചെയ്യേണ്ടത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതിപ്പോൾ എല്ലാ സബ്ജക്റ്റിൻ്റെയും ഫസ്റ്റ് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ഒരു സോഴ്സിലും, എൻ്റെ ഒരു അഭിപ്രായം, ഒരൊറ്റ സോഴ്സ് ഫോക്കസ് ചെയ്ത് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക്, അതായത് സിലബസ് വൺസ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് എഴുതുമല്ലോ. മോക്ക് ടെസ്റ്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് നിങ്ങളുടെ ഷോർട്ട് കമ്മിങ്. നിങ്ങളിപ്പോൾ ആ ഒരൊറ്റ സോഴ്സിൽ നിന്ന് പഠിച്ചിട്ട് എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് കമ്മിങ് ഉണ്ടാവും ഡെഫിനറ്റ്ലി. അത് നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റ് എഴുതുന്ന സമയത്ത് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ വേറെ സോഴ്സസ് തപ്പിയാൽ മതി. പക്ഷേ സിലബസ് കംപ്ലീറ്റ് ചെയ്യുമ്പം എൻ്റെ അഭിപ്രായത്തിൽ ഒരൊറ്റ സോഴ്സിൽ വിശ്വസിക്കുക, ആ സോഴ്സിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ബാക്കി മൾട്ടിപ്പിൾ സോഴ്സസിലേക്ക് ആദ്യം തന്നെ പോയി കഴിഞ്ഞാൽ ഫുൾ കൺഫ്യൂഷൻ ആവത്തേ ഉള്ളൂ. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഫസ്റ്റ് ആ ഒരു സിലബസ് കംപ്ലീറ്റ് ഒരൊറ്റ സോഴ്സിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്യുക. അതാണ് എൻ്റെ അടുത്ത പറ്റിയ മിസ്റ്റേക്ക്. ഞാൻ GKയുടെ ഒരിക്കൽ പോലും സിലബസ് കംപ്ലീറ്റ് ചെയ്തില്ലായിരുന്നു. അങ്ങനെയാണ് ഞാൻ 2023 CGL എഴുതാൻ പോകുന്നത്. ഞാൻ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്ത്, മാത്സ് കംപ്ലീറ്റ് ചെയ്ത്, എല്ലാത്തിൻ്റെയും സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ഞാൻ എക്സാം എഴുതാൻ പോയത്. അപ്പോൾ പറ്റിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ 2023 ഒരു ലക്കിൻ്റെ ഒരു ഫാക്ടറും കൂടെ ഉണ്ടായിരുന്നു. എൻ്റെ 16 മാർക്ക് നോർമൽ മറ്റേ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് മാറിയത് കൊണ്ട് മാറിപ്പോയി. അല്ലായിരുന്നെങ്കിൽ ആ CGLലും ചിലപ്പോൾ കയറിപ്പോയിട്ടുണ്ടാവുമായിരുന്നു. പക്ഷേ അപ്പോൾ പറ്റിയൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ സിലബസ് കംപ്ലീറ്റ് ചെയ്തു, പക്ഷേ റിവൈസ് ചെയ്തില്ല. റിവൈസ് ചെയ്തില്ലെങ്കിൽ സത്യസന്ധമായിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല. നമ്മൾ എത്ര നന്നായിട്ട് റിവൈസ് ചെയ്യുന്നു, ഇപ്പോൾ നമ്മളൊരു +1 +2 എക്സാമൊക്കെ എഴുതുകയാണെങ്കിൽ നമ്മൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അത് അവിടെ പോയി എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ക്വിക്കായിട്ട് റീകോൾ ചെയ്യാൻ പറ്റണം. ക്വിക്കായിട്ട് റീകോൾ ചെയ്യാൻ പറ്റണമെങ്കിൽ റിവിഷനാണ് അതിനകത്ത് ചെയ്യേണ്ട കാര്യം. അത് എൻ്റെ അഭിപ്രായത്തിൽ ഒരു മാസം മുന്നേ, അതായത് ടയർ 2-ൻ്റെ ഒക്കെ ഒരു മാസം മുന്നേ തന്നെ റിവിഷന് മാത്രമായിട്ട് മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റിവിഷൻ 2023 ഈവൻ ദോ ലക്ക് കൊണ്ടാണ് കിട്ടാതിരുന്നതെങ്കിലും റിവിഷൻ ചെയ്യാത്തതായിരുന്നു വലിയൊരു ഫാക്ടറായി വന്നത്. അങ്ങനെയാണ് ഞാൻ 2024 വന്നത്. 24 ഞാൻ വർക്ക് ചെയ്യുമായിരുന്നു ഇവിടെ NIT കാലിക്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ 2024 CGL വന്നത്. അപ്പം ഇത്രയും മിസ്റ്റേക്സുകൾ പറ്റിയത് കൊണ്ട് മിസ്റ്റേക്സ് എല്ലാം മനസ്സിലാക്കി അത് കഴിഞ്ഞിട്ട് അങ്ങനെ ഇനിയൊരു മിസ്റ്റേക്ക് വരരുത് എന്നുള്ളൊരു ഇതിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഇത്തവണ കയറിയിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് എൻ്റെ സക്സസ് പറയുന്നതിനേക്കാളും ഏറ്റവും കൂടുതൽ ഫെയിലിയർ പറഞ്ഞു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഉപകാരപ്പെടുക എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും പറഞ്ഞത്. എന്തെങ്കിലും മീൻസ് നിങ്ങൾക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.